ഒരു കുഞ്ഞിനായി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഫോളിക് ആസിഡ് മരുന്നുകളെക്കുറിച്ചും ഡയറ്റിനെ കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ പലരും വിട്ടുപോകുന്നതും എന്നാൽ ഗർഭകാലത്ത് ഏറെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ഓറൽ ഹെൽത്ത്. പ്രഗ്നൻസിക്ക് മുമ്പേ ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണോ? തീർച്ചയായും. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രഗ്നൻസി സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം നമ്മുടെ മോണകൾ കൂടുതൽ സെൻസിറ്റീവ് ആവുകയും ഇതിനെ തുടർന്ന് മോണയ്ക്ക് വീക്കവും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് തുടർച്ചയായ വോമിറ്റിംഗ് ടെൻഡൻസിയുള്ള ആൾക്കാർക്ക് പല്ലിന്റെ ഇനാമലിൽ ചെറിയ രീതിയിലുള്ള തേയ്മാനം കാണാറുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിൽ പല്ലിനിടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങിയിരിക്കാനും പല്ലിൽ വേഗം കേടുകൂടാനും സാധ്യതകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഗർഭിണികൾ പ്രഗ്നൻസി സമയത്ത് പാലിക്കേണ്ട ചില സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ദിവസവും 2 നേരം കറക്റ്റ് ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക് ഫോളോ ചെയ്ത് ബ്രഷിംഗ് കറക്റ്റായിട്ട് ചെയ്യുക. അതിന് കൂടെ തന്നെ ഫ്ലോസിംഗും ചെയ്യുക. 2 ഓവർ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രഗ്നൻസി സമയത്ത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഇനി സ്ഥിരമായി വോമിറ്റിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ വോമിറ്റിങ്ങിന് ശേഷം വായ നല്ലോണം ഒന്ന് കഴുകാൻ മറക്കരുത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ്. അതായത് 4 മുതൽ 6 മാസത്തിനിടയിലാണ് ഇതിന് ഏറ്റവും നല്ല സമയം. ഈ സമയത്ത് നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള ഡെന്റൽ ചെക്കപ്പും ഇനി അത്യാവശ്യമാണെങ്കിൽ ലെഡ് ഏപ്രൺ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഡെന്റൽ എക്സസൈസും എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വായുടെ ആരോഗ്യം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെയും കൂടെ ആരോഗ്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക.